ആൻഡ്രോയിഡിന്റെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് ആർക്കിടെക്ചർ ആണ്. ഈ ടോപ്പിക്ക് നമ്മൾ 4 ക്ലാസ്സിലായിട്ടാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഇത് അതിലെ ആദ്യത്തെ ക്ലാസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ക്ലാസ്സിന്റെ 4A എന്ന് നമ്മൾ പറയുന്നത്. 4A ഉണ്ട്, 4B ഉണ്ട്, 4C ഉണ്ട്, 4D ഉണ്ട്. അതിൽ ഇന്നിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ആദ്യത്തെ ക്ലാസ് ആണ്. ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിന്റെ ആദ്യത്തെ ക്ലാസ് ആണ്, ക്ലാസ് 4A. ആൻഡ്രോയിഡ് ആർക്കിടെക്ചർ. ഒരു ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് എന്നതാണ് അതിന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫിഗർ ആണ് ആൻഡ്രോയിഡ് ആർക്കിടെക്ചർ. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിനകത്ത് പല ടൈപ്പ് ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും താഴത്തെ ലെയർ ലിനക്സ് കെർണൽ. അത് കഴിഞ്ഞിട്ട് ഒരു HAL എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ വരുന്നുണ്ട്. അതിന്റെ മുകളിലായിട്ട് ആൻഡ്രോയിഡ് റൺ ടൈം എന്ന് പറയുന്നതും ലൈബ്രറീസ് എന്ന് പറയുന്നതായിട്ടുള്ള സംഗതികൾ വരുന്ന ഒരു ലെയർ. അതിന്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക്, ഏറ്റവും മുകളിലായിട്ട് ആപ്ലിക്കേഷൻ. ഇതിനെയാണ് നമ്മൾ ലേയേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. സാധാരണ ഒരു ലേയേർഡ് ആർക്കിടെക്ചർ നമ്മൾ നോക്കുമ്പോൾ അത് താഴെ നിന്ന് മുകളിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം നമ്മൾ ലിനക്സ് കെർണൽ നോക്കും, പിന്നെ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ, അത് കഴിഞ്ഞിട്ട് ആൻഡ്രോയിഡ് റൺ ടൈം ലൈബ്രറീസ്, പിന്നെ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക്, ഏറ്റവും അവസാനം ആപ്ലിക്കേഷൻ. അതിൽ നമ്മൾ ഈ 4A എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ലിനക്സ് കെർണൽ എന്ന് പറഞ്ഞ ലെയറും അതിന്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന HAL ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ എന്ന ലെയറുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. The Android operating system follows a layered architecture approach. നമ്മൾ ഇപ്പോൾ കണ്ടതുപോലെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് ലേയേഴ്സ് ആയിട്ടാണ്. അത് ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന ലേയേഴ്സ് ആയിട്ട് ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ ലേയേർഡ് ആർക്കിടെക്ചർ അപ്രോച്ച് എന്ന് നമ്മൾ പറയുന്നത്. ഇതില് ഏതൊക്കെ ലേയേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും താഴെയായിട്ട് വരുന്നത് ലിനക്സ് കെർണൽ ലെയർ. അതിന്റെ തൊട്ട് മുകളിലായിട്ട് HAL അല്ലെങ്കിൽ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ. അതിന്റെ മുകളിലായിട്ട് ആൻഡ്രോയിഡ് റൺ ടൈം ART, അതിനോടൊപ്പം തന്നെ ലൈബ്രറി ലെയറും ഉണ്ട്. അതിന്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ലെയർ. ഏറ്റവും മുകളിലായിട്ട് ആപ്ലിക്കേഷൻസ് ലെയർ. അപ്പോൾ ഏറ്റവും താഴത്തെ ലെയർ ലിനക്സ് കെർണൽ ലെയർ, അതിന്റെ തൊട്ട് മുകളിലായിട്ട് HAL ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ, അതിന്റെ തൊട്ട് മുകളിലായിട്ട് ആൻഡ്രോയിഡ് റൺ ടൈം ART ആൻഡ് ലൈബ്രറി ലെയർ, അതിന്റെ തൊട്ട് മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ലെയർ, അതിന്റെ തൊട്ട് മുകളിലായിട്ട് ആപ്ലിക്കേഷൻസ് ലെയർ. All these layers are responsible for different roles and features. ഇവിടെ ഓരോ ലെയറിനും അതിൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ ഈ താഴെ ലിനക്സ് കെർണൽ ലെയർ എന്ന് പറഞ്ഞ ബോട്ടം ലെയർ മുതൽ അതിന്റെ ഏറ്റവും മുകളിൽ വരുന്ന ആപ്ലിക്കേഷൻ ലെയർ വരെ ഫങ്ഷൻ ചെയ്താൽ മാത്രമേ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടോട്ടലായിട്ട് ഫങ്ഷനിങ് ആവുള്ളൂ. അപ്പോൾ ഈ ഓരോ ലെയറിനും അതിൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിൽ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ലിനക്സ് കെർണൽ ലെയറും
അതിന്റെ തൊട്ട് മുകളിൽ വരുന്ന HAL ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയറുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ലിനക്സ് കെർണൽ ലെയർ നമുക്ക് നോക്കാം. ലിനക്സ് കെർണൽ ലെയർ. This layer is the foundation of the Android platform. Android പ്ലാറ്റ്ഫോമിലെ ഏറ്റവും ബോട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ വരുന്ന ലെയർ ആണ് ലിനക്സ് കെർണൽ ലെയർ. അതുകൊണ്ട് തന്നെ ഈ ലിനക്സ് കെർണൽ ലെയറിനെ നമ്മൾ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് വിളിക്കുന്നു. ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിന്റെ ഫൗണ്ടേഷനിൽ വരുന്ന ലെയർ ആണ് ലിനക്സ് കെർണൽ ലെയർ. Contains all low-level drivers for various hardware component support. ഈ ലിനക്സ് കെർണൽ ലെയറിൽ മെയിൻ ആയിട്ട് വരുന്നത് ഡ്രൈവർ സോഫ്റ്റ്വെയർസ് ആണ്. ഈ ഡ്രൈവർ സോഫ്റ്റ്വെയർസിനാണ് നമ്മളിവിടെ ലോ ലെവൽ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. ഈ ഡ്രൈവർ സോഫ്റ്റ്വെയറിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്ത് വരുന്ന അല്ലെങ്കിൽ മൊബൈലിനകത്ത് വരുന്ന ഹാർഡ്വെയർ കമ്പോണൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഡ്രൈവർ സോഫ്റ്റ്വെയറിന്റെ ഉദ്ദേശം. Drivers are pieces of software that allow the computer to communicate with peripherals connected to the computer. അപ്പോൾ നമ്മൾ മൊബൈൽ ആയിരുന്നാലും കമ്പ്യൂട്ടർ ആയിരുന്നാലും അതിനകത്ത് പല ടൈപ്പ് ഹാർഡ്വെയർ ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹാർഡ്വെയർ ഡിവൈസ് പല മാനുഫാക്ചറേഴ്സ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഓരോ ഹാർഡ്വെയർ ഡിവൈസ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് അതാത് മാനുഫാക്ചറിന് ആയിരിക്കും അതിന് ഡിസൈൻ ഉള്ളത്. അപ്പോൾ ആ ഹാർഡ്വെയർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറും ഈ ഹാർഡ്വെയർ ഡിവൈസ് മാനുഫാക്ചർ ചെയ്തവർ തന്നെ ഡെവലപ്പ് ചെയ്യണം. ഒരാൾ ഉണ്ടാക്കിയ ഒരു ഹാർഡ്വെയറിന് വേറൊരാൾക്ക് അത് വർക്ക് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ എഴുതാൻ പറ്റില്ല. കാരണം ആ ഹാർഡ്വെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്നുള്ള ലോജിക്ക് അത് ഡെവലപ്പ് ചെയ്ത ആളിന് മാത്രമേ അറിയാവൂ. അതുകൊണ്ട് തന്നെ നമ്മളെ മൊബൈലിലായാലും കമ്പ്യൂട്ടറിലായാലും അതിൽ ഏതൊക്കെ ഹാർഡ്വെയർ പാർട്സ് ഉണ്ട്, പല ഹാർഡ്വെയർ പാർട്സിനും പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഡിവൈസ് ഡ്രൈവർ സോഫ്റ്റ്വെയറിന്റെ ആവശ്യമുണ്ട്. ഈ ഡിവൈസ് ഡ്രൈവർ സോഫ്റ്റ്വെയറിനാണ് നമ്മളിവിടെ ലോ ലെവൽ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടറിന് അതിന്റെ പെരിഫറൽസുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഡ്രൈവർ സോഫ്റ്റ്വെയർ അവിടെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് ലിനക്സ് കെർണൽ ലെയറിൽ വരുന്ന ഏതൊക്കെ ഡ്രൈവർ സോഫ്റ്റ്വെയർസ് ഉണ്ടെന്ന് നോക്കാം. ഒന്ന് ഡിസ്പ്ലേ ഡ്രൈവർ, സോഫ്റ്റ്വെയർ ഫോർ ദി വർക്കിംഗ് ഓഫ് ഡിസ്പ്ലേ. കമ്പ്യൂട്ടർ ആയിരുന്നാലും മൊബൈൽ ഫോൺ ആയിരുന്നാലും അതിനകത്ത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കമ്പോണന്റ് ആണ് ഡിസ്പ്ലേ. ഈ ഡിസ്പ്ലേ യൂസ് ചെയ്താണ് നമ്മൾ മൊബൈൽ ഫോണുമായിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്പ്ലേ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ഡ്രൈവർ എന്ന് പറയുന്നത്. ആ ഡിസ്പ്ലേ വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ഡിസ്പ്ലേ ഡ്രൈവർ സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമാണ്. ഡിസ്പ്ലേ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഇല്ലാതെ ആ ഡിസ്പ്ലേ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പം ഈ ലിനക്സ് കെർണൽ ലെയറിന്റെ ഡിസ്പ്ലേ ഡ്രൈവർ എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മുടെ മൊബൈൽ ഫോൺ ആണെങ്കിലും കമ്പ്യൂട്ടർ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ഏത് ഡിവൈസ് ആയിരുന്നാലും അതിന്റെ ഡിസ്പ്ലേ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഡിസ്പ്ലേ ഡ്രൈവർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതേപോലത്തെ അടുത്ത വേറെ ഡ്രൈവർ സോഫ്റ്റ്വെയർ ആണ് ക്യാമറ ഡ്രൈവർ. അത് നമുക്ക് പേരിൽ നിന്ന് തന്നെ അതിന്റെ പർപ്പസ് ക്ലിയർ ആണ്. ദി ഡ്രൈവർ സോഫ്റ്റ്വെയർ ഫോർ ദി വർക്കിംഗ് ഓഫ് ദി ഡിജിറ്റൽ ക്യാമറ. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഏതാണ്ട് എല്ലാ മൊബൈൽ ഫോൺസിലും ഇപ്പൊ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് ഡിജിറ്റൽ ക്യാമറ. ഈ ഡിജിറ്റൽ ക്യാമറയും വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഹാർഡ്വെയർ കൺട്രോൾ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ നമുക്ക് വേണം. അങ്ങനെ ക്യാമറ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഡിജിറ്റൽ ക്യാമറ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഡ്രൈവർ സോഫ്റ്റ്വെയറിനാണ് നമ്മളിവിടെ ക്യാമറ ഡ്രൈവർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഫ്ലാഷ് മെമ്മറി ഡ്രൈവർ. ഇന്നത്തെ പല മോസ്റ്റ് മോഡേൺ മൊബൈൽ ഫോൺസിനകത്തും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് ഫ്ലാഷ് മെമ്മറി. ആ ഫ്ലാഷ് മെമ്മറി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ ഡ്രൈവർ സോഫ്റ്റ്വെയറിനാണ് നമ്മൾ ഫ്ലാഷ് മെമ്മറി ഡ്രൈവർ എന്ന് പറയുന്നത്. ഈ ഡ്രൈവർ സോഫ്റ്റ്വെയർ യൂസ് ഫോർ ദി വർക്കിംഗ് ഓഫ് ഫ്ലാഷ് മെമ്മറി.
അപ്പൊ നമുക്ക് എന്താണ് ഫ്ലാഷ് മെമ്മറി എന്നുള്ളത് നോക്കാം. ഫ്ലാഷ് മെമ്മറി is an electronic solid state non-volatile computer memory storage medium that can be electrically erased and reprogrammed. ഇന്ന് മോഡേൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസ് അല്ലെങ്കിൽ ഒരു മെമ്മറിയാണ് ഫ്ലാഷ് മെമ്മറി. ഇതൊരു സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് ആണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് മെക്കാനിക്കൽ മൂവിംഗ് പാർട്സ് ഇല്ല. മെക്കാനിക്കൽ മൂവിംഗ് പാർട്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് കേടാവാനുള്ള സാധ്യത കുറവാണ്. ഒരു നോൺ വോളറ്റൈൽ കമ്പ്യൂട്ടർ മെമ്മറിയാണ്. എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഓഫ് ചെയ്താലും അതിനകത്തുള്ള കണ്ടന്റ് നമുക്ക് നഷ്ടമാകത്തില്ല. ഇത് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് നമുക്ക് ഇറേസ് ചെയ്യാം. ആൻഡ് റീപ്രോഗ്രാംഡ് എന്ന് വെച്ചാൽ ഇറേസ് ചെയ്യാം, വീണ്ടും ന്യൂ ഡാറ്റ അല്ലെങ്കിൽ ന്യൂ ഇൻസ്ട്രക്ഷൻസ് റൈറ്റ് ചെയ്യാം. അതേപോലെ വീണ്ടും നമുക്ക് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് ഇറേസ് ചെയ്യാം, മാറ്റാം. എന്നിട്ട് വീണ്ടും നമുക്ക് ന്യൂ ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ഇലക്ട്രിക്കലി ഇറേസ്ഡ് ആൻഡ് റീപ്രോഗ്രാംഡ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ഫ്ലാഷ് മെമ്മറി വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രൈവർ സോഫ്റ്റ്വെയറും ഈ ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിനകത്ത് ലിനക്സ് കെർണൽ ലെയറിലാണ് ഉള്ളത്. ബൈൻഡർ IPC ഡ്രൈവർ. ബൈൻഡർ IPC ഡ്രൈവർ. അതിൽ IPC യുടെ ഫുൾ ഫോം ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. Binder is an Android-specific inter-process communication mechanism and RMI എന്ന് പറയും, Remote Method Invocation System. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഈ ബൈൻഡർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് പലപ്പോഴും നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒന്നിൽ കൂടുതൽ പാർട്സ് ഒരേ സമയത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം ഒരു മൊബൈൽ ഫോണിൽ ഒരു 5 മിനിറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ക്യാമറയും വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് നിങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്യാമറ സിസ്റ്റവും വർക്ക് ചെയ്യുന്നുണ്ട്, ഓഡിയോ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് എന്ന് വെച്ചാൽ അവിടെ ഒന്നിൽ കൂടുതൽ പ്രോസസ് അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ക്യാമറയിൽ ഇമേജ് അല്ലെങ്കിൽ വീഡിയോ പ്രോസസ്സിംഗ്, മൈക്കിലൂടെ ആ മൊബൈൽ ഫോണിന്റെ മൈക്കിൽ കൂടെ ഓഡിയോ പ്രോസസ്സിംഗ്. അപ്പം ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പം ഒരു സമയത്ത് ഒന്നിൽ കൂടുതൽ ഫങ്ഷനാലിറ്റി നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സമയത്ത് ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടെ ആക്ടിവിറ്റീസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആക്ടിവിറ്റീസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവറാണ് ഈ ബൈൻഡർ അല്ലെങ്കിൽ IPC ഡ്രൈവർ. ഇത് യൂസ് ചെയ്ത് നമുക്ക് റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ, റിമോട്ട് മീൻസ് ദൂരെയുള്ള ഒരു പ്രൊസീജിയർ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം, മൊബൈൽ ആയിരുന്നാലും കമ്പ്യൂട്ടർ ആയിരുന്നാലും ഒരു ടാസ്ക് ചെയ്യണമെങ്കിൽ ഒരു പ്രോഗ്രാം വേണം. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു ടാസ്ക് ചെയ്യുന്നത്. അപ്പം ആ ടാസ്കിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന മെക്കാനിസത്തിനാണ് നമ്മളിവിടെ RMI അല്ലെങ്കിൽ റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ എന്ന് നമ്മൾ പറയും. ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ ബൈൻഡർ എന്ന് പറയുന്ന ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ഡ്രൈവർ സോഫ്റ്റ്വെയർ ആവശ്യമാണ്. One Android process can call a routine in another Android process using binder to identify the method to invoke and pass the arguments between processes. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ രണ്ട് പ്രോസസ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അങ്ങനെ വരുമ്പം ഒരു പ്രോസസ്സിനെ വേറൊരു പ്രോസസ്സിനെ കോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രോസസ്സിന് വേറൊരു പ്രോസസ്സിനെ കോൾ ചെയ്യാൻ പറ്റുമ്പോഴേ അവിടെ ആ ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ അവിടെ വരുന്നുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പം അതിനകത്ത് ഏത് മെത്തേഡ് കോൾ ചെയ്യണം, കാരണം ഒരു പ്രോസസ്സിനകത്ത് പല മെത്തേഡ് കാണും, അതിൽ ഏത് മെത്തേഡ് കോൾ ചെയ്യണം, അത് മെത്തേഡ് ടു ഇൻവോക്ക്. ഇനി പലപ്പോഴും നമ്മൾ മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഓബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റിൽ പറഞ്ഞതുപോലെ മെത്തേഡ് കോൾ ചെയ്യുമ്പം ചില മെത്തേഡിനകത്ത് ആർഗ്യുമെന്റ്സ് ഒന്നും കാണില്ല. എന്ന് പറഞ്ഞാൽ ആ കേസിൽ നമുക്ക് ഡേറ്റ ഒന്നും പാസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. പക്ഷെ ചില മെത്തേഡ്സിൽ നമുക്ക് ഡേറ്റ അതിന്റെ ഉള്ളിലോട്ട് പാസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആകുമ്പം അവിടെ നമ്മൾ ആർഗ്യുമെന്റ് പാസിംഗ് എന്ന് നമ്മൾ പറയും.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം എ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ബി എന്ന് പറഞ്ഞൊരു പ്രോസസ്സിനെ വിളിക്കുന്നുണ്ടെങ്കിൽ എ ബിയുടെ ഏത് മെത്തേഡിനെയാണ് വിളിക്കേണ്ടത്? ഇനി ആ മെത്തേഡിനെ വിളിക്കുമ്പം വെറുതെ അങ്ങ് കോൾ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്താൽ മതിയോ, അതോ ആ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പം അതിൽ കൂടെ പ്രോസസ് ചെയ്യാൻ വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഡേറ്റയും കൂടെ പാസ് ചെയ്യണം. ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഈ ബൈൻഡർ ഡ്രൈവർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്താണ്. It is the driver software used for the working of binder. പലപ്പോഴും മൾട്ടി ടാസ്കിംഗ് ഒക്കെ വരുമ്പോൾ, മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അങ്ങനെ മൾട്ടി ടാസ്കിംഗ് ഒക്കെ വേണ്ടി വരുമ്പം നമുക്ക് ഈ ബൈൻഡർ ഡ്രൈവർ എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. കീപാഡ് ഡ്രൈവർ സോഫ്റ്റ്വെയർ ഫോർ ദി വർക്കിംഗ് ഓഫ് കീപാഡ്. നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ കീപാഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആ കീപാഡിൽ നമ്മൾ ഓരോ കീയും പ്രസ് ചെയ്യും. അപ്പോൾ മൊബൈൽ ഫോൺ അത് സെൻസ് ചെയ്ത് നമ്മൾ ഏത് കീ ആണ് പ്രസ് ചെയ്തത് അത് സെൻസ് ചെയ്യണം. അതൊക്കെ പ്രോപ്പറായിട്ട് സെൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സോഫ്റ്റ്വെയർ ആവശ്യമാണ്. ആ സോഫ്റ്റ്വെയറിനാണ് നമ്മളിവിടെ കീപാഡ് ഡ്രൈവർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. വൈഫൈ ഡ്രൈവർ, ദി ഡ്രൈവർ സോഫ്റ്റ്വെയർ ഫോർ ദി വർക്കിംഗ് ഓഫ് വയർലെസ് ഫിഡിലിറ്റി. പലപ്പോഴും നിങ്ങൾക്കറിയാം നമ്മളിപ്പം വൈഫൈ മോഡംസ് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡേറ്റ കേബിൾ അല്ലാതെയുള്ള വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ പല മൊബൈൽ ഫോൺസിലും കോമൺ ആണ്. അപ്പം അതിനകത്തുള്ള വയർലെസ് ഫിഡിലിറ്റി ഹാർഡ്വെയർ കമ്പോണന്റ് വർക്ക് ചെയ്യണം. ആ വയർലെസ് ഫിഡിലിറ്റി ഹാർഡ്വെയർ കമ്പോണന്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഡ്രൈവർ സോഫ്റ്റ്വെയറിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ വൈഫൈ ഡ്രൈവർ, വയർലെസ് ഫിഡിലിറ്റി ഡ്രൈവർ സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. Wi-Fi is a wireless networking technology that allows devices such as computers, laptops and desktops, mobile devices, smartphones and wearables, and other equipments, printers and video cameras to interface with the internet. അപ്പോൾ നമ്മൾ വയർലെസ് കമ്മ്യൂണിക്കേഷൻ, ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ രണ്ട് മൊബൈൽ ഫോൺസ് തമ്മിലോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണും ഒരു ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറും തമ്മിലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്കറിയാം, നമുക്ക് ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രോപ്പറായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയൊക്കെ പ്രോപ്പറായിട്ട് ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വൈഫൈ ഫെസിലിറ്റി ആവശ്യമാണ്. അപ്പോൾ ഈ വയർലെസ് ഫിഡിലിറ്റി എന്നുള്ള ആ ഒരു ഹാർഡ്വെയർ പാർട്ട് നമ്മുടെ മൊബൈലിനകത്തോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്തോ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ മൊബൈലിനകത്തൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ വൈഫൈ ഡ്രൈവർ, വയർലെസ് ഫിഡിലിറ്റി ഡ്രൈവർ എന്ന് പറയുന്ന ഡ്രൈവർ സോഫ്റ്റ്വെയറിന്റെ ആവശ്യമുണ്ട്. ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് അല്ലാതെ നമുക്കത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് കഴിയും. ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഒക്കേഴ്സ് ത്രൂ എ വയർലെസ് റൂട്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ വൈഫൈ ഡ്രൈവർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കേബിൾലെസ് കണക്ഷൻ ആണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ കേബിൾലെസ് കണക്ഷൻ നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വയർലെസ് ഫിഡിലിറ്റി വേണം. അടുത്തത് ഓഡിയോ ഡ്രൈവർ. An audio driver is a software used by a computer's operating system to recognize and properly interact with an audio device. നമുക്കറിയാം മൊബൈൽ ഫോൺസിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് നമുക്ക് സംസാരിക്കണം. ഇനി അതുകൂടാതെ തന്നെ നിങ്ങൾക്കറിയാം മ്യൂസിക്. എല്ലാ മൊബൈൽ ഫോൺസിലും നമുക്ക് മ്യൂസിക് റെക്കോർഡ് ചെയ്ത് അത് പ്ലേ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഓഡിയോ പ്ലെയർ ഇപ്പൊ എല്ലാ മൊബൈൽ ഫോൺസിലും ഇപ്പൊ മസ്റ്റ് ആണ്. ആ പ്രോപ്പർ ആയിട്ടുള്ള ഓഡിയോ സർക്യൂട്ട് പ്രോപ്പർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓഡിയോ ഡ്രൈവർ സോഫ്റ്റ്വെയർ വേണം. It usually refers to a driver used for sound cards within a computer. ഒരു കമ്പ്യൂട്ടർ ആയിരുന്നാലും മൊബൈൽ ആയിരുന്നാലും അത് പ്രോപ്പർ ആയിട്ട് ഓഡിയോ പ്രോസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സർക്യൂട്ട് ഉണ്ട്. ഓഡിയോ പ്രോസസ്സിങ്ങിന് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സർക്യൂട്ടിനെയാണ് നമ്മൾ സൗണ്ട് കാർഡ് എന്ന് പറയുന്നത്. ആ സൗണ്ട് കാർഡൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഡ്രൈവർ സോഫ്റ്റ്വെയറിന്റെ ആവശ്യമുണ്ട്. അതിനാണ് നമ്മൾ ഈ ഓഡിയോ ഡ്രൈവർ സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. Drivers are necessary for especially complex sound systems or audio input devices as well. അപ്പൊ ഈ ഡ്രൈവർ സോഫ്റ്റ്വെയർ നമുക്ക് പലപ്പോഴും ആവശ്യമാണ്. ഈ കോംപ്ലക്സ് സൗണ്ട് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ അത് പ്രോപ്പറായിട്ട് പ്രോസസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡ്രൈവർ സോഫ്റ്റ്വെയർ ആവശ്യമാണ്.
അതേപോലെ ഓഡിയോ ഇൻപുട്ട് ഡിവൈസ് ആയിട്ടും ഇപ്പൊ നമുക്കറിയാം, ഇപ്പം സ്മാർട്ട് ഫോൺസ് ഒക്കെ വന്നു കഴിയുമ്പം നമുക്ക് വോയിസ് ആക്ടിവേറ്റഡ് കമാൻഡ്സ് ഉണ്ട്. എല്ലാ കമാൻഡ്സ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ ഇപ്പം നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. പല പാസേജസ് നമുക്ക് കീപാഡ് യൂസ് ചെയ്ത് ഫുൾ ആയിട്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പീച്ച് റെക്കഗ്നിഷൻ സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ട് നമുക്കത് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ സിസ്റ്റത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഓഡിയോ ഡ്രൈവർ സോഫ്റ്റ്വെയറിന്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഓഡിയോ ഡ്രൈവർ സോഫ്റ്റ്വെയർ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. പവർ മാനേജ്മെന്റ്, എക്സ്പെഷ്യലി മൊബൈൽ ഫോണിന്റെ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ഉള്ള നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഫീച്ചറാണ് പവർ മാനേജ്മെന്റ്. ഡിവൈസ് പവർ മാനേജ്മെന്റ് automatically reduces the amount of power used by individual devices when they are not in demand to perform some function. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ലാപ്ടോപ്പ് എടുത്താലും അല്ലെങ്കിൽ മൊബൈലൊക്കെ എടുത്താലും നിങ്ങൾക്കറിയാം, അവിടെ നമ്മൾ ബാറ്ററി ബാക്കപ്പ് പവർ സപ്ലൈ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാറ്ററി ബാക്കപ്പ് പവർ സപ്ലൈ യൂസ് ചെയ്യുമ്പം അതിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പവർ കിട്ടുന്ന ഗ്യാരണ്ടി ഇല്ല. കാരണം ബാറ്ററിയിലുള്ള പവർ കംപ്ലീറ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ റീചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കഴിയുന്നിടത്തോളം സമയം അത് യൂസ് ചെയ്യാൻ പറ്റണം. ആ ടൈം എത്രത്തോളം കൂടിയിരിക്കുന്നു അത്രയും നല്ലതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് യൂസബിലിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ആയിരുന്നാലും മൊബൈൽ ആയിരുന്നാലും അത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള എല്ലാ കമ്പൗണ്ട്സും നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യണമെന്നില്ല. ചില കമ്പൗണ്ട്സ് നമ്മൾ യൂസ് ചെയ്യാതെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ കമ്പൗണ്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാത്തത് അത് ടെമ്പററി ആയിട്ട് ഓഫ് ആവണം. അപ്പൊ ആ കമ്പോണന്റ് അങ്ങനെ ടെമ്പററി ആയിട്ട് ഓഫ് ആയാൽ ഉള്ള അഡ്വാൻറ്റേജ് അത്രയും പവർ നമുക്ക് അവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം പ്രത്യേകിച്ചും ബാറ്ററി ബാക്കപ്പ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന മിക്കവാറും എല്ലാ ഡിവൈസിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പവർ മാനേജ്മെന്റ്. അത് ഈ ബേസിക് ഫൗണ്ടേഷൻ ലെയർ ആയ ലിനക്സ് കെർണൽ ലെയർ ആണ് അത് മാനേജ് ചെയ്യുന്നത്. ദിസ് മോഡ്യൂൾ പ്രൊവൈഡ്സ് low level drivers in order to control the peripherals supported by the power manager. ഇവിടെയും നമ്മൾ മൊബൈൽ ഫോൺ എടുത്താലും അതിനകത്ത് ഒരുപാട് പെരിഫറൽ ഡിവൈസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എപ്പോഴും നമ്മൾ വീഡിയോ ക്യാമറ അല്ലെങ്കിൽ മൊബൈലിനകത്തുള്ള ക്യാമറ യൂസ് ചെയ്യണമെന്നില്ല. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളത് യൂസ് ചെയ്യൂ. എന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ യൂസ് ചെയ്യാത്ത സമയത്ത് വെറുതെ ആ ക്യാമറ ഫങ്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ ഫങ്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ട് എക്സ്ട്രാ പവർ എടുക്കും. അങ്ങനെ ഒരു പവർ എക്സ്ട്രാ ആയിട്ട് എടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഈ പവർ മാനേജ്മെന്റ് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ബാറ്ററി കൺസപ്ഷൻ നമുക്ക് കഴിയുന്നതും കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ബാറ്ററി കൺസപ്ഷൻ ഒക്കെ കഴിയുന്നതും കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ പവർ മാനേജ്മെന്റ് പോലത്തെ മോഡ്യൂളിന്റെ ഏറ്റവും വലിയ പ്രയോജനം. ഈ പവർ കൺട്രോൾ ചെയ്യുന്ന ഹാർഡ്വെയർ കമ്പോണന്റിനൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഡിവൈസ് ഡ്രൈവർ സോഫ്റ്റ്വെയറിന്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പവർ മാനേജ്മെന്റ് ലോ ലെവൽ ഡ്രൈവേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ലിനക്സ് കെർണൽ ലെയറിൽ വരുന്നത്. ഇനി അതിന്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് HAL ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ ഉണ്ട്. ഇതും കൂടെ നമുക്ക് നോക്കാം. ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ. The Android hardware abstraction layer (HAL) is an interface for hardware vendors to implement that allows the Android application or framework to communicate with hardware specific device drivers. അപ്പോൾ ഈ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഒരു ഇന്റർഫേസ് ആണ്. ഇത് മെയിൻലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹാർഡ്വെയർ വെൻഡേഴ്സിനാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഹാർഡ്വെയർ കമ്പോണന്റ്. ഇപ്പൊ ഒരു മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അതിനിപ്പോ ക്യാമറ അതിന്റെ ലെൻസ് മെക്കാനിസം ഒരു കമ്പനിയുടെ ആയിരിക്കും, അതിന്റെ സ്പീക്കറിന്റെ സർക്യൂട്ട് വേറൊരു കമ്പനിയുടെ ആയിരിക്കും, അപ്പം അതിനകത്തുള്ള വയർലെസ് ആക്ടിവിറ്റി ഡീൽ ചെയ്യുന്നത് വേറൊരു കമ്പനിയുടെ ആയിരിക്കും. അപ്പം അങ്ങനെ പല കമ്പനീസിന്റെ
സ്മോൾ പാർട്സ് എടുത്ത് അസംബിൾ ചെയ്തായിരിക്കും ഒരു ബ്രാൻഡഡ് കമ്പനി ഒരു പർട്ടിക്കുലർ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പല മൊബൈൽ ഫോൺ കമ്പനീസും സോണിയുടെ ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല ഹാർഡ്വെയർ, പല കമ്പനീസിന്റെ പല ഹാർഡ്വെയർസ് വർക്ക് ചെയ്യണം. അപ്പം അതാത് കമ്പനീസ് ഏതൊക്കെ ഹാർഡ്വെയർ ഉണ്ടാക്കി അവര് തന്നെ അതിന്റെ ഡിവൈസ് ഡ്രൈവേഴ്സ് ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പം ആ ഒരു കോമ്പാറ്റിബിലിറ്റി, ഏത് കമ്പനി യൂസ് ചെയ്ത ഏത് ഡിവൈസ് ഡ്രൈവറും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോമ്പാറ്റിബിലിറ്റി പ്രശ്നം വരും. അത് ഡീൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ. അപ്പോൾ ഓരോ ഹാർഡ്വെയർ ഡെവലപ്പറും അവരവരുടെ ഹാർഡ്വെയർ ഉണ്ടാക്കിയാലും അതൊരു കോമൺ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയറിന്റെ ആവശ്യമുണ്ട്. ദി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ യൂസസ് ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ API എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ടു ഗെറ്റ് സർവീസ് ഫ്രം ഹാർഡ്വെയർ ഡിവൈസസ്. അപ്പോൾ ഈ ഹാർഡ്വെയർ ഡിവൈസസ് പ്രോപ്പർ ആയിട്ടുള്ള അതിന് കമാൻഡ്സ് കൊടുക്കാനും, ഒന്നുകിൽ ഹാർഡ്വെയർ ഡിവൈസിന് അങ്ങോട്ട് കമാൻഡ് കൊടുക്കാൻ, അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ ആ ഹാർഡ്വെയർ ഡിവൈസിനുള്ള കമാൻഡ് ഇങ്ങോട്ട് ആക്സസ് ചെയ്യാനൊക്കെ നമുക്ക് ഈ HAL ഹാർഡ്വെയർ അബ്സ്ട്രാക്ട് ലെയർ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ യൂസ് ചെയ്തുകൊണ്ടാണ് പല ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസും ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്ന കറസ്പോണ്ടിങ് ഹാർഡ്വെയർ ഡിവൈസസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പല ഹാർഡ്വെയർ ഡിവൈസുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ അവിടെ ആവശ്യമാണ്. ആൻഡ്രോയിഡ് ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ uses the functions provided by the low layer Linux kernel to serve the request from the Android application or framework. അപ്പോൾ ഈ ആൻഡ്രോയിഡ് അബ്സ്ട്രാക്ഷൻ ലെയർ uses the functions provided by the lower layer Linux kernel. നമ്മൾ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ നോക്കുമ്പോൾ ആ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയറിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ലിനക്സ് കെർണൽ ലെയർ കിടക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ലിനക്സ് കെർണൽ ലെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് ഈ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ ആണ് തൊട്ട് താഴെ കിടക്കുന്ന ലിനക്സ് കെർണൽ ലെവലിൽ നിന്നുള്ള ഫങ്ഷൻസിനെ എടുത്ത് അപ്പർ ലെയറിലോട്ട് പാസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയറിനെ ഒരു പ്രോപ്പർ ഇന്റർഫേസ് ആയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഹയർ ലേയേഴ്സിലോട്ടുള്ള ഒരു പ്രോപ്പർ ഇന്റർഫേസ് ആയിട്ടും നമുക്ക് ഈ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയറിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അപ്പർ ലേയേഴ്സ് വരുന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ഉൾപ്പെടെയുള്ള അപ്പർ ലേയേഴ്സിലോട്ട് താഴത്തെ ലോവർ ലെയർ ലിനക്സ് കെർണലിന്റെ ഫങ്ഷൻസ് അക്സെപ്റ്റ് ചെയ്ത് മോഡിലോട്ട് പാസ് ചെയ്യാന്നുള്ള ഡ്യൂട്ടിയും ഇവിടെ ആൻഡ്രോയിഡിന്റെ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ അവിടെ ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ ഈസ് എ വെൻഡർ സ്പെസിഫിക് ലെയർ. നമ്മൾ നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് തന്നെ അതൊരു വെൻഡർ സ്പെസിഫിക് ലെയർ ആണ്. കാരണം വെൻഡർ സ്പെസിഫിക് ലെയർ ആയാൽ മാത്രമേ താഴെയുള്ള ഹാർഡ്വെയറിന്റെ ഫങ്ഷൻ കോൾസ് മോഡിലോട്ട് അതിന് പാസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. The hardware abstraction layer implementation is hardware specific and varies from vendor to vendor. അപ്പം ഈ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ തൊട്ട് താഴത്തെ കിടക്കുന്ന ലെയറും അതിന്റെ മുകളിലത്തെ ലെയറുമായിട്ട് പ്രോപ്പറായിട്ട് ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയറിന്റെ ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ അത് ഹാർഡ്വെയർ സ്പെസിഫിക്കുമാണ്, അത് വെൻഡറിനെ ആശ്രയിച്ചു. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മളെ കമ്പ്യൂട്ടറിനകത്തോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസിലോ ഉള്ള ഹാർഡ്വെയർസ് നമ്മൾ ചേഞ്ച് ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിന്റെ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. അപ്പോൾ താഴെ കിടക്കുന്ന ലിനക്സ് കെർണൽ ലെയറും മുകളിൽ വരുന്ന ബാക്കിയുള്ള ലെയേഴ്സുമായിട്ടൊക്കെ ഉള്ള ഒരു കോമ്പാറ്റിബിലിറ്റിക്ക് വേണ്ടി നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഈ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ നമുക്ക് യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഈ 4A എന്ന് പറഞ്ഞ ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ തൊട്ട് മുകളിലത്തെ ലെയർ നമുക്ക് നോക്കാം.
Okay, thank you.